सो वेरी गुड मॉर्निंग स्टूडेंट्स। तो आज हम सखी वे मुझसे कह कर जाते इस कविता का सारांश देखेंगे। तो हमने पिछले क्लास में मैथिली शरण गुप्त के बारे में और गौतम बुद्ध के बारे में हमने देखा था। तो आज हम इस कविता का पाठ करेंगे, ठीक है। तो राष्ट्रकवि मैथिली शरण गुप्त के बारे में हमने सिद्धि हेतु स्वामी गए, यह गौरव की बात, पर चोरी चोरी गए, यही बड़ा व्याघात। तो यहाँ पर यशोधरा की विरह वर्णन, यशोधरा के मन में जो विरह है उसका वर्णन किया गया है। क्यों, आपको पता है, पता ही होगा कि उसके पति ने उसे उपेक्षित करके चला गया है ज्ञान की खोज में। अपनी जिज्ञासा की अंध करने के लिए, एंजाइटी को अंध करने के लिए वो चले गए हैं। क्या है? सिद्धि हेतु स्वामी गए। तो सिद्धि प्राप्त करने के लिए स्वामी यहाँ से चले गए हैं। यह गौरव की बात है। हाँ, ये तो यशोधरा सोच रही हैं कि हाँ, ये गौरव की बात है, अच्छा है जो सिद्धि प्राप्त करने के लिए गए हैं, तो ये अच्छी बात है. നമ്മൾ പറയില്ലേ ഹയർ സ്റ്റഡീസിന് പോകുക എന്ന് നല്ലതല്ലേ ആണ്. पर ചോരി ഗേ, പക്ഷേങ്കിൽ അത് എങ്ങനെ പോയി? അത് ആരോടും പറയാണ്ട്, ആരും അറിയാണ്ട് പോയി. ചോരി യഹി ബഡാ വ്യാഘാത് ഹൈ. ഇതാണ് ഏറ്റവും വലിയ സങ്കടം. വ്യാഘാത് जो मन को दुख देने बात है. तो अगर वो कह के चले जाते तो इतना दुख नहीं होते. ओके. സിദ്ധി ഹേതു, സിദ്ധി പ്രാപ്തി करने के लिए, നോളജ് വേണ്ടിയിട്ട് കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. ആരുടെ മനസ്സിൽ? ഗൗതം ബുദ്ധൻ്റെ മനസ്സിൽ, സിദ്ധാർത്ഥൻ്റെ മനസ്സിൽ. പിന്നീടാണ് ജ്ഞാനം കിട്ടിയതിന് ശേഷമാണ് ഗൗതം ബുദ്ധായിട്ട് മാറിയത്. സിദ്ധാർത്ഥൻ്റെ മനസ്സിൽ കുറേ സംശയങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആണ് എവിടെ പോയത്? വനത്തിൽ പോയത്, തപസ്യ ചെയ്യാൻ വേണ്ടിയിട്ട്, ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഗൗരവ് കി ബാത് ഹൈ. ഇതൊരു നല്ല കാര്യമാണ്. पर दुख की बात क्या है? दुख की बात वो है कि वो चोरी गए हैं. സങ്കടത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നും പറയാണ്ട് പോയതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് ആര് പറയാണ്? നമ്മളുടെ कौन कह रहा है? आरु പറയാണ്? कवि कह रहा है. किसके रूप में? यशोधरा के रूप में कवि कह रहा है. सखी, वो सखी से कह रहा है. യശോധര ആരോടാ ഇതൊക്കെ പറയുന്നത്? അതാണ് ഫസ്റ്റ്, അതിൻ്റെ ടൈറ്റിൽ തന്നെ. സഖി വേ മുത്സെ കഹ്കർ ജാത്തെ. ഒന്ന് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ, കഹത്തോ ക്യാ മുജ്കോ വേ അപ്നി പദ് ബാധാ ഹി പാത്തെ. എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ വഴിയിൽ ഒരു തടസ്സമായേനെ. ആവോ ചോദിക്കുകയാണ്, തടസ്സമാവോ? എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? तो क्या मुझको वे എന്ന് വെച്ചാൽ यहाँ पर सिद्धार्थ पति अपने पद बाधा ही पाते. ഞാൻ അവരുടെ വഴിയിലേക്ക് തടസ്സമാവോ? मुझको बहुत उन्होंने माना. मेरे इच्छाओं को, मेरी अभिलाषाओं को उन्होंने माना है. फिर भी क्या पूरा पहचाना. എന്നാലും എന്താ, എന്നെ ഫുള്ളായിട്ട് മനസ്സിലായിട്ടില്ല. ആർക്ക്? സിദ്ധാർത്ഥന്. മുझको बहुत उन्होंने बहुत माना है मुझे. मेरी इच्छाओं को, मेरी अभिलाषाओं को, എൻ്റെ ആഗ്രഹത്തെ, എൻ്റെ സ്വപ്നത്തെ, എൻ്റെ സ്വപ്നങ്ങളെ എല്ലാം പറ്റി കറക്റ്റായിട്ട് ആർക്കറിയാം? സിദ്ധാർത്ഥന് അറിയാം. ഫിർ ബി ക്യാ പൂരാ പഹചാന. എന്നെ പറ്റി ഫുള്ളായിട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടല്ലേ എന്നോടൊന്നും പറയാണ്ട്. ഞാൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അല്ലേ, എനിക്ക് ജ്ഞാനം വേണ്ടിയിട്ട്, അല്ലേ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ അവരുടെ ആ തടസ്സം, ആ വഴിയിലെ തടസ്സമാവുമായിരുന്നോ? ഇല്ല. എന്നെ അതുകൊണ്ട് കറക്റ്റായിട്ട് ആർക്ക് മനസ്സിലായിട്ടില്ല? സിദ്ധാർത്ഥന് മനസ്സിലായിട്ടില്ല. മനസ്സിലായെന്ന് നടിച്ചു.
ശരിക്കും എന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ടേ പോകുമായിരുന്നു എന്ന് ആര് പറയാണ്? യശോധര പറയാണ്. എന്താ? സഖി വേ മുത്സെ കഹ്കർ ജാത്തെ, കഹ് നീ പറയൂ, तो क्या मुझको वे अपनी पदबाधा ही पाते? ആ വഴിയിലെ തടസ്സമായിരുന്നോ ഞാൻ തടസ്സമാക്കുമായിരുന്നോ? മുജ്കോ ബഹുത് ഉനോനെ മാന. അതേപോലെ ഞാനും മനസ്സിലാക്കിയിരുന്നു, എനിക്കും എല്ലാം അറിയാം. ആരെ പറ്റിയിട്ട്? സിദ്ധാർത്ഥെ പറ്റിയിട്ട്. സിദ്ധാർത്ഥിൻ്റെ മനസ്സിലുള്ള എല്ലാ ഭാവങ്ങളെ പറ്റിയിട്ടും എനിക്ക് അറിയാം, ഞാനും മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഇപ്പം തോന്നുകയാണ് ഇല്ല, കംപ്ലീറ്റ് ആയിരുന്നില്ല. എന്തായിരുന്നു മനസ്സിലുള്ളത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. ഫിർ ഭി ക്യാ പൂരാ പെഹചാന? ക്വസ്റ്റ്യൻ മാർക്കാണ് അവിടെ. രണ്ടാളും പരസ്പരം ഫുള്ളായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. മാനെ മുഖ്യ ഉസി കോ ജാനാ ഹെ. എന്നാലും എനിക്ക് പറയാം എൻ്റെ സിദ്ധാർത്ഥനെ പറ്റി, എൻ്റെ മേരെ പതി കെ ബാരെ മേ सब कुछ मैं जानता हूँ और उनकी दुख और सुख के लिए ही मैं जी रहा हूँ. उनकी സുഖ കെ ലിയേ ഹി മൈ ജീ രഹാ ഹൂം. അങ്ങയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടും സുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ പല ആഗ്രഹങ്ങളും ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിലുള്ള പല ചിന്തകളും ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. എല്ലാം ആരുടെ പ്രേരണയായിരുന്നു? സിദ്ധാർത്ഥിൻ്റെ പ്രേരണയിലായിരുന്നു. സിദ്ധാർത്ഥ് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിരുന്നു. സിദ്ധാർത്ഥിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്. സിദ്ധാർത്ഥിൻ്റെ മനസ്സിലെ പ്രശ്നങ്ങളിൽ ഞാൻ അറിഞ്ഞിരുന്നു. ജോ വേ മൻമേ ലാത്തെ ഹേ, മനസ്സിൽ എന്താണോ കാണുന്നത് അതൊക്കെ എനിക്ക് മനസ്സിലാവുമായിരുന്നു. ചില ആളുടെ കണ്ണ് നോക്കിയാൽ തന്നെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ മുഖം കണ്ടാൽ തന്നെ. ദുഃഖമാണെങ്കിൽ അത് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ അവർക്ക് കുറേ സംശയമാണെങ്കിലും എല്ലാം നമുക്ക് അവരുടെ മൈൻഡ് റീഡിങ്ങും ഫേസ് റീഡിങ്ങും ഒക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നല്ല രീതിയിൽ മനസ്സിലാക്കിയ ആയിരുന്നു ആര്? യശോധര. ആരെ പറ്റി? സിദ്ധാർത്ഥിനെ പറ്റിയിട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ചോദിക്കാണ്ട് പോയത്. തടസ്സമാകുമോ എന്ന് വിചാരിച്ചിട്ട്, തൻ്റെ വഴിയിലെ തടസ്സമാകുമോ എന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കാണ്ട് പോയത്. പറയാണ്, ഞാൻ എന്തായാലും ഉറപ്പാണ്, ഞാൻ എന്തായാലും എന്നോട് ചോദിച്ചു പോവുകയാണെങ്കിൽ ഞാൻ നല്ല മനസ്സോടുകൂടി ഞാൻ എൻ്റെ ഭർത്താവിനെ പറഞ്ഞേക്കുമായിരുന്നു. ജോവേ മന്മേലാത്തെ, അയാളുടെ മനസ്സിലുണ്ടായ കാര്യങ്ങൾ പോലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. മാനെ മുഖ്യ ഉസി കോ മാനാ ഹെ, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അയാളുടെ ചിന്താഗതിക്കായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ, स्वयं सुसज्जित करके क्षण में प्रियतम को प्राणों के फन में अभी भेज देता रण में छात्र धर्म के नाते सकी वे मुझसे कहकर जाते. तो मैं एक क्षत्रिय युवती हूँ. मेरा धर्म क्या है? एक राजा की पत्नी का धर्म क्या है? अगर कोई युद्ध हो तो उसे युद्ध भूमि में अपने प्रियतम को सुसज्जित करके उसी क्षण शस्त्र अस्त्र आदि दे के उसी क्षण उन्हें भेज देना मेरा कर्तव्य है. मैं एक क्षत्रिय हूँ, तो मेरा धर्म क्या होना चाहिए? मेरा धर्म होना चाहिए कि उसे उसी क्षण युद्ध करने के लिए युद्ध भूमि में भेज दो. अपना पति है तो नहीं जाने के लिए मैं नहीं कहूँगी. എൻ്റെ ഭർത്താവാണെന്ന് വിചാരിച്ച് ഞാൻ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഞാൻ പോണ്ടാന്ന് ഒരിക്കലും പറയില്ല. അല്ലെങ്കിലും ഒരു ക്ഷത്രിയ യുവതിയും അങ്ങനെ ചെയ്യില്ല. ഓക്കെ, സ്വയം സുസജ്ജിത് കർക്കെ, ഞാൻ സ്വയം തന്നെ. സുസജ്ജിത് എന്ന് വെച്ചാൽ എല്ലാം എന്താ പറയുക, ശസ്ത്രങ്ങൾ എടുത്തു കൊടുത്തും കവചങ്ങൾ ധരിപ്പിച്ചും ആരത്തി ഉയിഞ്ഞിട്ടും ആ ഒരു മൊമെൻറ്റിൽ കർക്കെ ക്ഷണമേ, ആ ഒരു സമയത്ത് തന്നെ ഒരു വിളംബവും വരുത്താണ്ട്, ഒരു തടസ്സവും വരുത്താണ്ട്, അല്ല പോണ്ടാന്ന് പറയാണ്ട്, പ്രിയതം കോ, എൻ്റെ സ്വന്തം പ്രിയനെ ഞാൻ പ്രാണോക്കെ ഫണമേ, അല്ലേ തിരിച്ചു വരുമോയെന്ന് പോലും അറിയില്ല, എന്നാലും സന്തോഷത്തോടെ
എല്ലാം ചെയ്തു കൊടുത്ത് ഞാൻ പറഞ്ഞേക്കുമായിരുന്നു. അഭി ബേഷ് ദേത്തി ഹേ രണമേ, ഹമി ഹമീന്ന് വെച്ചാൽ ഞാൻ തന്നെ അയക്കുമായിരുന്നു. രണമേ, രണം എന്ന് വെച്ചാൽ യുദ്ധഭൂമിയിൽ. അത് ആരുടെ ധർമ്മമാണ്? ശാസ്ത്ര എന്ന് വെച്ചാൽ ക്ഷത്രിയ ധർമ്മ കെ നാത്തെ ये मेरा धर्म है कि अपने पति को कहाँ पर भेजना, युद्ध क्षेत्र में, वो भी स्वयं सुसज्जित करके क्षण में प्रियतम को प्राणों के फण में हम ही बेच देता है रण में, तो हम स्वयं उन्हें बेच देते हैं युद्ध भूमि में, इसमें कोई संदेह नहीं है. सकी वे मुझसे कह कर जाते, क्यों सकी वो मुझसे कहे बिना चले गए. स्वयं सुसज्जित करके, मैं तो अपने पति को स्वयं सुसज्जित करके उस रण में, उस क्षण में ही मैं उन्हें बेच देती. वो तो उन्हें मालूम ही है, अदक्का അറിയാം. किसे? सिद्धार्थ को वो सब मालूम है. फिर भी इतना तो मैं अब सब क्षत्रिय युवती करती हैं. सब क्षत्रिय युवती अपने प्रिय होने पर भी എത്ര ഇഷ്ടമാണെങ്കിൽ പോലും ക്ഷത്രിയ യുവതി എന്തു ചെയ്യും? തൻ്റെ ഭർത്താവിനെ യുദ്ധഭൂമിയിലേക്ക് എല്ലാ സജ്ജീകരണങ്ങളും കൂടെ പറഞ്ഞേക്കുമായിരുന്നു. അത് ക്ഷത്രിയ ധർമ്മമാണ്. എന്നിട്ട് പോലും, അതൊക്കെ അറിഞ്ഞിട്ട് പോലും സഖി വേ മുത്സെ കഹക്കർ ജാത്തെ, ഒന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അയക്കൂലായിരുന്നോ എന്ന് പറയാണ്. हुआ न वह भी भाग्य भागा, किस पर जिस पर विफल गर्व अब छाए, जिसने अपनाया था त्याग रहे स्मरण ही आते, सकी वे मुझसे कहकर जाते. हुआ न वह भी भाग्य भागा, उसका भी भाग्य मुझे नहीं मिला. एक क्षत्रिय युवती जो कार्य करना चाहिए, क्षत्रिय पत्नी का जो धर्म है, उसका भाग्य भी मुझे नहीं मिला. जो सब सुसज्जित करके उसे जाने देने के भाग्य भी मुझे नहीं मिला. जो एक क्षत्रिय युवती को मिलना चाहिए था जो भाग्य, वो भी मुझे नहीं मिला. किस पर विफल गर्व अब झागा, मुझे गर्व करने के लिए भी, मुझे जो क्षत्रिय युवती को जो गर्व होता है जब वो अपनी पत्नी को युद्ध भूमि में भेजते समय, वह गर्व भी ആ ഒരു എന്താ പറയുക, ഗർവ് എന്ന് വെച്ചാൽ എന്താ, ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരം പോലും എനിക്ക് ഇല്ല. അഹങ്കാരത്തോടെ എനിക്ക് പറയാം, എൻ്റെ ഭർത്താവ് യുദ്ധഭൂമിയിലേക്ക് ഞാനാണ് പറഞ്ഞയച്ചത്. ആ പറയാനുള്ള ഒരു ഗർവ് പോലും ആർക്കില്ല, സന്തോഷം പോലും ആർക്കില്ല. ആർക്ക് കിട്ടാണ്ട് പോയി? യശോദരക്ക് കിട്ടാണ്ട് പോയി. जिसने अपनाया था त्यागा, जिसने अपनाया था, जिसने शादी करके उसे स्वयंवर करके उसे लाया था, उसी ने त्याग दिया. जिसने अपनाया था, जो शादी करके लाया था, उसी ने त्याग दिया. किसे? यशोधरा को. रहे स्मरण ही यादें, अब तो केवल उनके बीते हुए यादों की स्मरण में जी रहे हैं. കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഉള്ള ഓർമ്മകളിലാണിപ്പോൾ ജീവിക്കുന്നത്. उसने शादी करके लाया है, കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. और उसी ने त्याग दिया है. उस शादी के मुहूर्त में वो पुजारी के सामने 7 जन्मों में एक साथ रहने के, दुख और सुख में एक साथ रहने के प्रण लेते हैं, लेकिन उसी ने उसे एक रात त्याग कर चला गया. सखी वे मुझसे कहकर जाते, इतना दुख नहीं होते. സഖി ഒന്നും എന്നോട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സങ്കടം ഉണ്ടായിരുന്നില്ല. मैं तो अभाग्य हूँ, मैं तो गर्व नहीं कर सकते, अपने ऊपर गर्व भी नहीं कर सकते.
जो स्वयं वो अपने घर में लेकर आए थे उसी ने त्यागा है, अब तो उन्हीं के स्मरण में जी रहा हूँ। नयन उन्हें है निष्ठुर कहते, नयन उन्हें है निष्ठुर कहते, पर इनसे जो आंसू बहते, सधे हृदय वे कैसे सहते। गए तरस ही खाते, सकी वे मुझसे कह कर जाते। नयन, नयन तो आंख, नयन से कण्ण, आंख तो उन्हें माने सिद्धार्थ को, पति को निष्ठुर कहते हैं। आंख कह रहा है कि वो क्रूर व्यक्ति है, निष्ठुर है, पर इससे जो आंसू बहते हैं, लेकिन इससे जो आंसू बहते हैं उसे मालूम है वह निष्ठुर नहीं है। कण्ण പറയാണ് എന്താണ്, ആര്, सिद्धार्थ अले पति बहुत निष्ठुर है, जो आपसे किया है वो कभी भी नहीं करना चाहिए, वो आपसे कह के जाना चाहिए थे। वो कौन कह रहा है, आंखें कह रहा है, लेकिन उसकी आंसू कह रहा है नहीं, अगर वो तुमसे कह के जाते तो उसे उसका दुख नहीं देख पाएगा। പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ സിദ്ധാർത്ഥന് ആരുടെ സങ്കടം കാണേണ്ടി വരും, യശോധരയുടെ സങ്കടം കാണേണ്ടി വരും അല്ലേ, എന്തായാലും സങ്കടം ഉണ്ടാവും. ആ ഒരു സങ്കടം മുഖത്തോ കാണാൻ പറ്റാത്തത് കൊണ്ടാണ്, സങ്കടം ഉണ്ടാവുന്ന കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ആര് പോയത്, പറയാണ്ട് പോയത്. നമ്മൾ സ്വയം ആശ്വസിക്കുകയാണ് ഓരോരോ കാരണം കണ്ടെത്തിയിട്ട്. ആയിരിക്കും, ഇങ്ങനെയായിരിക്കും അല്ലേ, എൻ്റെ സങ്കടം കാണാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും എന്നോട് പറയാണ്ട് പോയതെന്ന് പറയാണ്. पर इससे जो आंसू बहते, सधे हृदय वे कैसे सहते। वह स्वयं कह रहे हैं कि अगर मेरे मन में जो दुख है, अगर मेरे मुंह में जो दुख आया है, विरह आया है, तो वो सह नहीं पाएंगे। जाते वक्त अगर मेरा मुँह दुखी पाया है, എൻ്റെ മുഖം ദുഃഖപരമായി കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും എന്നോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഗേ തരസ് ഹി കാത്തെ, തരസ് ഹി സങ്കടം കൊണ്ട് ഹൃദയം ദുഃഖിച്ചേനെ. ആര് ദുഃഖിച്ചേനെ, സിദ്ധാർത്ഥ് ദുഃഖിച്ചേനെ. ഇതുകൊണ്ട് തന്നെയാണ്, ഉറപ്പാണ്, അതുകൊണ്ട് എൻ്റെ ദുഃഖം കാണാൻ വയ്യാതെ കൊണ്ടാണ് എന്നോടൊന്നും പറയാണ്ട് പോയത്. എന്നാലും പറയാണ് എന്ത്, सकी वह मुझसे कह के जाते, എന്നാലും പറയാണ് सगी वह मुझसे कह के जाते, वह हमेशा उसके मन में रहता है, मैं तो उसे अपने हृदय से ही बेच देते, मेरा कर्तव्य है। अगर पति को पारिवारिक जीवन पसंद नहीं है तो उसे बेच देना मेरा, उसके अपने लक्ष्य की प्राप्ति के लिए उसे बहुत सारे प्रश्न उसके मन में थे, वह सब खोजने के लिए मैं तो उन्हें बेच देते। लेकिन वो समझ रहा है कि अगर मैं उसे पूछ लूँ, वो सोच रहा है कि अगर वो सिद्धार्थ उसे पूछ कर जाए तो उसके मन के दुख को, उसके मुँह के दुख को देखकर उसे दुख आ जाएगा, इसलिए वो बिना पूछे चले गए। नैन उन्हें है निष्ठुर कहते, पर इससे जो आंसू बहते, सधे हृदय वे कैसे सहते। उसके हृदय सह नहीं पाते, किसके, सिद्धार्थ के हृदय सह नहीं पाते अगर उसके हृदय में दुख हो तो। गए तरस ही खाते, സങ്കടം കൊണ്ട് പോകാൻ തന്നെ തോന്നൂലായിരുന്നു അല്ലേ, മുഖഭാവം കണ്ട്. ഞാൻ ഒരു ദിവസം പെട്ടെന്നൊരു ദിവസം പറയാണ്, ഞാൻ പോവുകയാണ്, തന്നെ ഉപേക്ഷിച്ച് പോവുകയാണ്, എനിക്ക് എൻ്റേതായ വഴികളുണ്ട്, എനിക്ക് എൻ്റേതായ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് പറയുമ്പം ആ മനസ്സിൽ ഓക്കെ എല്ലാവരും പറയും, ഇങ്ങനെ യശോധര പറയുമായിരിക്കും പോയിക്കോളൂ എന്ന്. പക്ഷേ എങ്കിൽ ആ ടൈം സിദ്ധാർത്ഥ ചിന്തിച്ചത് ആരുടെ സങ്കടമാണ്, യശോധരയുടെ സങ്കടമാണ്. അത് കണ്ടുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെയാണ്
എന്ത് ചെയ്തത്? ആരോടും പറയാണ്ട് ആര് പോയത്? സിദ്ധാർത്ഥ് പോയത്. ഓക്കെ, ഓരോരോ സ്വന്തം സമാധാനിക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. ഹുവാന വ ബി ഭാഗ്യ ഭാഗ, എനിക്ക് ആ ഒരു ഭാഗ്യം പോലും കിട്ടിയില്ലല്ലോ. ജിസ് വിഫൽ ഗർവ് അബ് ജാഗെ, ഒരു ഗർവ് പോലും, അഹങ്കരിക്കാൻ പോലുള്ള അവസരമില്ല. സന്തോഷത്തോടെ ഞാൻ പറഞ്ഞേച്ചില്ല. ജിസെ അപ്നായാത്ത ത്യാഗ, എന്നെ സ്വന്തമാക്കിയ ആൾ തന്നെ എന്നെ ഉപേക്ഷിച്ചു. രഹേ സ്മരൺ ഹി ആത്തെ, ആ സ്മരണയിൽ കഴിഞ്ഞു പോയ കുറേ നല്ല നല്ല മുഹൂർത്തം ആലോചിച്ചാണ് ഞാനിപ്പോൾ ജീവിച്ച് പോകുന്നത്. സ്വയം സുജിത് കർക്കെ ക്ഷണമേ പ്രിയതമോ പ്രാണോ കെ ഫണമേ ഹമീ ബേജ് ദേതാ ഹെ രണമേ ശാസ്ത്ര ധർമ്മ കെ നാത്തെ സഖി വേ മുझसे कहकर जाते, सखी वे मुझसे कहकर जाते, कह तो वह मुझको वे अपनी पद बाधा ही पाते. അങ്ങനെ തോന്നിക്കാണും ഞാൻ അവരുടെ വഴിയിൽ തടസ്സമാകും. മുझको बहुत उन्होंने माना फिर भी क्या पूरा पहचाना. നമുക്ക് കുറേ മനസ്സിൽ കുറേ ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ. എന്നെ മനസ്സിലാക്കിയോ, എന്നെ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ. ഭയങ്കര സങ്കടം തോന്നൂലേ നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ. നമുക്ക് അവരെ പറ്റി എല്ലാം മനസ്സിലായി, പക്ഷെ അവർക്ക് നമ്മളെ പറ്റി മനസ്സിലായില്ലെങ്കിൽ നമുക്ക് സങ്കടം തോന്നും. അതാണ് ഏറ്റവും വലിയ സങ്കടം അല്ലേ, നമ്മളെ മനസ്സിലാക്കാൻ പറ്റാഞ്ഞ്. मैंने मुख्य उसी को जाना जो वे मन में लाते, उसके मन में जो बातें हैं वो मैं जान पाती थी, लेकिन ये बात तो मैं जाना ही नहीं सकी वे मुझसे कह कर जाते. तो आगे के बात हम अगले कक्षा में देखेंगे. ठीक है.